പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. കുറേ നാളുകളായി നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഇപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഒരു സന്ദേശമായി നമ്മൾ കേട്ടത് ദൈവം ദരിദ്രരുടെ പക്ഷത്തെന്നുള്ള ഒരു വീഡിയോയിലൂടെയാണ് നമ്മൾ ധ്യാനിച്ച് കടന്നുപോയത്. രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുകയാണ്. വിഷയം ദൈവം ദരിദ്രരുടെ പക്ഷത്ത് എന്ന്. നമ്മളും ദരിദ്രരുടെ പക്ഷത്ത് ആണോ എന്ന് പരിശോധിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെയും ദരിദ്രരുടെയും പക്ഷത്ത് ചേർന്ന് നിൽക്കുവാൻ, അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ നന്മകൾ ചെയ്യുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഈ ഒരു വചന ശുശ്രൂഷ ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ അവിടുത്തെ തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ. ജ്ഞാനവും ബോധവും വിവേകവും വിജ്ഞാനവും എല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും, ഇത് ഷെയർ ചെയ്യുന്നവർക്കും, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്നരുളി ചെയ്ത കർത്താവേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. വചനം കേൾക്കുന്നവർക്ക് ഇത് ജീവിതത്തിലൊരു നല്ല മാതൃകയായി തീരുവാൻ, ഒരു സുവിശേഷ ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം അല്ലെങ്കിൽ ബാറാസീർ എന്ന് പറയുന്ന ആ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? എൻ്റെ മകനെ, ദരിദ്രൻ്റെ ജീവനെ പരിഹസിക്കരുത്, വിഷമിച്ചിരിക്കുന്ന പാവപ്പെട്ടവനെ വിഷമിപ്പിക്കരുത്. എൻ്റെ മകനെ, ദരിദ്രൻ്റെ ജീവനെ നീ പരിഹസിക്കരുത്, വിഷമിച്ചിരിക്കുന്ന പാവപ്പെട്ടവനെ നീ വിഷമിപ്പിക്കരുത്. വിശക്കുന്നയാളെ ദുഃഖിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥിയെ നിരാകരിക്കരുത്. ദരിദ്രനിൽ നിന്ന് നിന്റെ മുഖം തിരിക്കുകയുമരുത്. യാചകൻ്റെ അപേക്ഷയെ നീ നിരസിക്കരുത്. നിന്നെ അവൻ ശപിക്കാൻ ഇടയാകരുത്. മനസ്സ് വേദനപ്പെട്ട് ആരെങ്കിലും ശപിച്ചാൽ സൃഷ്ടാവ് അവനെ ചെവിക്കൊള്ളും. അവിടെ 5 വരെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. മുമ്പോട്ടുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. അനാഥർക്ക് പിതാവിനെ പോലെയും വിധവമാർക്ക് സംരക്ഷണെ പോലെയും ദൈവത്തിന് പുത്രനെ പോലെ നീ ആയിരിക്കണം എന്ന് നമ്മൾ വായിച്ചതാണ്, ധ്യാനിച്ചതാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന ദരിദ്രരായ മനുഷ്യരോടുള്ള നമ്മുടെ സമീപനം ഏത് വിധത്തിലാണെന്ന് പരിശോധിക്കാൻ ഈ വചനം അത് ഉപകാരമായി തീരും. ഒന്നാമത്, ദരിദ്രരുടെ ജീവനെ നീ പരിഹസിക്കരുത്. നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ആക്ഷേപിക്കാറുണ്ടോ, പരിഹസിക്കാറുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ഇനി നമ്മളിൽ തന്നെയുള്ള ദാരിദ്ര്യത്തെ നമ്മൾ പുച്ഛിക്കാറുണ്ടോ?
വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രനോട് സന്തോഷത്തിൻ്റെ വർത്തമാനം, സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യേശു പറയുമ്പോൾ, ആ യേശുവിലൂടെ അഭിഷേകം സ്വീകരിച്ച നമ്മൾ, മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മൾ, ആ ക്രിസ്തു യേശുവിൻ്റെ വചനത്തിന് ചേർന്നാണോ പ്രവർത്തിക്കുന്നത്, അതെയോ ദരിദ്രനെ പരിഹസിക്കുകയാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. ഞാൻ പല പ്രാവശ്യവും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് ദരിദ്രനെ ആളുകൾ പരിഹസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഭിക്ഷയാചിച്ച് വരുന്ന ആളുകളെ പലപ്പോഴും നമ്മൾ അവരൊക്കെ മോശക്കാരാണെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവകാരികളാണെന്നോ അല്ലെങ്കിൽ ഭിക്ഷാടകൻ്റെ വേഷത്തിൽ അതൊരു വേഷം കെട്ടാണെന്നും നമ്മളുടെ വസ്തുക്കളൊക്കെ കൊള്ളയടിക്കാൻ വരുന്നതെന്നുള്ള ഒരു വിചാരമൊക്കെ നമ്മുടെ ഉള്ളിൽ പുലർത്തുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാനോ ആട്ടി ഓടിക്കാനൊക്കെ ഇടയാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ആളുകളിലൊക്കെ അങ്ങനെയുള്ള സ്വഭാവങ്ങളുമുണ്ട്. അവർ യാചക വേഷം കെട്ടി നമ്മളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊള്ള ചെയ്യാനൊക്കെ വരുന്ന ആളുകളുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ യാചകരായിട്ടുള്ള ആളുകളുമുണ്ട്. യാചകരായിട്ടുള്ള ആളുകൾ, ഭിക്ഷ എടുത്ത് നടക്കുന്ന ആളുകൾ തന്നെ യാഥാർത്ഥ്യത്തിൽ തന്നെയുണ്ട്, തട്ടിപ്പല്ലാത്ത. എങ്ങനെയാണെന്ന് ഈ തിന്മ പെരുകിയിരിക്കുന്നതുകൊണ്ട്, കള്ളന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ യാചകൻ ആരാണ് എന്നുള്ളത് കർത്താവ് തന്നെ നമുക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വിവേചിച്ചറിയുന്നത്. ഇവിടെ ഒരപ്പൻ മകനെ ഉപദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരു തൻ്റെ ശിഷ്യനെ ഉപദേശിക്കുന്നത് പോലെ ആണ് ഇവിടെ ഈ വചനങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ദരിദ്രൻ്റെ ജീവനെ നീ പരിഹസിക്കരുത്. ദരിദ്രൻ്റെ ജീവനെ പരിഹസിക്കരുതെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കരുത്, കളിയാക്കരുത്. അവൻ ദാരിദ്ര്യത്തിലായി പോയതിൻ്റെ ദുഃഖം അവനിൽ തന്നെ ഉള്ളപ്പോൾ അവനെ ചേർത്ത് നിർത്തണമെന്നാണ് അതിലൂടെ നമ്മൾ വിശക്കുന്നയാളെ ദുഃഖിപ്പിക്കരുത്. വിശക്കുന്ന ആളെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ വിശക്കുന്നവന് ആഹാരം കൊടുക്കണമെന്നുള്ളതാണല്ലോ നിയമം. അവനെ ദുഃഖിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപേക്ഷിക്കുന്നവന്, യാചിക്കുന്നവന് കൊടുക്കുന്ന കാര്യത്തിൽ രണ്ട് ചിന്ത വേണ്ട. കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആലോചന വേണ്ട. പെരക്കാത്തി എന്ന് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്നില്ല നാളെ വാ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അത് അപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യാചകന് ദാനം താമസിപ്പിക്കരുത്. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, എൻ്റെയൊക്കെ അനുഭവത്തിലുമുണ്ട്. കാണുമ്പോൾ ഒരു വാക്ക് ഇവിടെയൊക്കെ ഈ പ്രത്യാശഭവനിലെ മക്കളെ കാണാനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൂട്ടത്തിൽ ആളുകളുടെ ഇടയിലൂടെ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതായിരിക്കും. പക്ഷേ പോകാൻ നേരത്ത് വലിയ ഓഫർ വെക്കും. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട എന്നെല്ലാം ഓഫറുകൾ തരും. നമ്മൾക്ക് പലപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ ഈ ഓഫറിനെ ഓർക്കും. ആ മനുഷ്യൻ്റെ മുഖം നമ്മൾ ഓർക്കുമ്പോൾ അന്നങ്ങനെ എത്ര സ്നേഹത്തോടെ, എത്ര വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് പോയതാണ്, ഒരു മടിയും വിചാരിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ. ചിലർ കൂട്ടി പറയും. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ചേർത്ത് പറയും, ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും എന്ന് പറയും. എന്ത് തിരക്ക്, ഇതൊക്കെയല്ലേ നമ്മുടെ പുണ്യം എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ആവശ്യഘട്ടത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ അവരവിടെ നമ്മളോട് സോറി പറയും. അയ്യോ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ്, പിന്നീട് ഒരിക്കലാവട്ടെ എന്നൊക്കെ വലിയ പ്രതീക്ഷകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയും
ആവശ്യ സമയത്ത് ഉപകാരപ്പെടാതെയും വരുന്ന ആളുകൾ. ചുമ്മാ സുഹൃത്തുക്കളോടാണെങ്കിൽ ചില ആളുകൾ അങ്ങനെ പറയും, എന്തെങ്കിലും വേണ്ടി വിളിച്ചോട്ടോ, എന്തെങ്കിലും കാര്യത്തിനെ പറഞ്ഞോ, വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ വിളിക്കുന്ന സമയത്ത് ആളവിടെ ഇല്ല. അയ്യോ, ഞാൻ വേറൊരു യാത്രയിലാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പറയില്ലേ, ആശ കൊടുക്കരുതെന്ന്. ഇല്ലെങ്കിൽ ഇല്ല, ഉള്ളപ്പോൾ അറിഞ്ഞു ചെയ്യുക. ഇന്നത് ചെയ്തു കൊള്ളാമെന്നുള്ള വാഗ്ദാനമൊന്നും ആരോടും വയ്ക്കാതിരിക്കുന്നത് നല്ലതാണ്. അത് നമുക്കൊന്നും കൃത്യമായിട്ടൊന്നും പക്ഷേ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ ചില ആളുകൾ സഹായം ചോദിക്കുമ്പോൾ, യാചകനായാലും ഏത് രീതിയിലും, എല്ലാവരും യാചകരാണല്ലോ, സഹായം ചോദിക്കുന്നവരൊക്കെ അഹംഭാവത്തോടൊന്നും ചോദിക്കാൻ പറ്റുമല്ലോ. സുഹൃത്തുക്കളാണെങ്കിൽ വേണമെങ്കിൽ ഒപ്പത്തിനൊപ്പം നിന്ന് തന്നേ പറ്റൂ എന്ന് പറയാൻ പറ്റും. അല്ലാത്തവരെല്ലാം എളിമപ്പെട്ട് നിൽക്കേണ്ടവരാണല്ലോ. എളിമപ്പെട്ട് നിൽക്കുന്നവരെയാണല്ലോ നമ്മൾ യാചകരെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സാധു എന്ന് വിളിക്കുന്നത്. അപ്പോൾ യാചകന് തീർച്ചയായിട്ടും അവൻ്റെ ഭാവത്തിൽ എളിമ വേണം, വിനയം വേണം. അതെല്ലാം അവൻ്റെ ഭാവത്തിൽ വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവനെ താമസിപ്പിക്കരുത്. ചില ആളുകൾ അത് വീണ്ടും ആലോചിക്കും, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അങ്ങനെ ചെയ്യട്ടെ, എങ്ങനെ ചെയ്യണം. അതിനെല്ലാം കാരണങ്ങൾ പറയുന്നവരുടെ ഭാഗത്ത് കാരണങ്ങളുണ്ടാകാം. പക്ഷേ വേദപുസ്തകം പറയുന്നു, യാചകന് ദാനം താമസിപ്പിക്കരുത്. അയ്യോ, നിങ്ങൾ അന്ന് അങ്ങനെ വന്ന് ഒക്കെ പറഞ്ഞുവെങ്കിൽ ഞാനതൊക്കെ തരാമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ചിന്തയിൽ നിന്ന് പോയല്ലോ, ഇപ്പോൾ യാതൊരു സാഹചര്യവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ഈ നേതൃസ്ഥാനങ്ങളിലിരിക്കുന്നവർ എന്തിൻ്റെയൊക്കെ പേരിൽ അവർ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ആർക്കും ഒന്നും ചെയ്യില്ല. ചില ആളുകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അത് അദ്ദേഹമല്ല, അദ്ദേഹം അങ്ങനെ എപ്പോഴും ആരെ കണ്ടാലും പറയും, ആരെ കണ്ടാലും പേപ്പർ ഒപ്പിട്ട് കൊടുക്കും, ആരെ കണ്ടാലും സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷേ അവിടെയൊന്നും അത് വില പോകൂല, ആരെയും മുഷിപ്പിക്കണ്ട എന്ന ഒരു ചിന്തയാണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ യാചകന് ദാനം താമസിപ്പിക്കരുത്. ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥിയെ നിരാകരിക്കരുത്. പല വാതിലുകളും ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോടിങ്ങനെ ചോദിച്ചു, 2 ദിവസം മുമ്പുള്ള പത്രം വായിച്ചിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പത്രം എല്ലാ ദിവസവും വായിക്കുന്നതാണല്ലോ. ഒരു ആത്മഹത്യയെക്കുറിച്ച് വായിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു അച്ഛനും അമ്മയും, അമ്മയ്ക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, അച്ഛൻ അമ്മയും പിന്നെ 2 കുഞ്ഞുങ്ങൾ അവർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് വായിക്കാനിടയായി. അവർ വീടില്ലാത്തവരാണ്, അവരുടെ വാടക വീടൊന്നും അവർക്ക് കിട്ടിയില്ല. അപ്പോൾ കോതമംഗലം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ഒരു ലോഡ്ജൊക്കെ എടുത്ത് കൊടുത്തു. അധികം താമസിയാതെ എവിടെയെങ്കിലും വാടക വീട് അന്വേഷിച്ച് മാറ്റി താമസിപ്പിക്കാം എന്നെല്ലാം പറഞ്ഞു. പക്ഷേ എന്നാലും അവർ പിറ്റേ ദിവസം അവരങ്ങനെ പോയി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചു. എന്തൊരു കഷ്ടമാണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ആ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു, അവരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം അവരെ ചെറിയ രീതിയിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്തടുത്തിരുന്നവർ നിത്യാരാധന ചാപ്പലിരുന്ന് ആരാധിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ ആ സുഹൃത്തിനും സഹതാപം തോന്നുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, എൻ്റെ സഹോദര, ഇങ്ങനെ സഹതാപം കാണിച്ചതുകൊണ്ടോ എന്തെങ്കിലും ചില്ലറ കൊടുത്തുകൊണ്ടോ കാര്യമായോ? ആ നാളുകളിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുകൾ വശത്തെങ്കിലും താമസിപ്പിക്കുമായിരുന്നില്ലേ എന്ന് ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറയുകയാണ്. സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ അവർക്ക് താമസിക്കാനുള്ള ഇടം കൊടുക്കുമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉദാസീനത വെക്കുന്നേ? ഞെരുക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കരുത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ബൈബിളിലൊരു വചനമുണ്ട്, ഞെരുക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കരുത്. അയാൾ തന്നെ ഞെരുങ്ങിയിരിക്കുകയാണ്. അയാൾക്ക് പല സ്ഥലത്തുനിന്നും ഒരുപാട് സഹായങ്ങളുണ്ട്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സന്തോഷപ്രദമാകുന്ന ഒരു സഹായവുമല്ല അത്. ഒരു ലോഡ്ജിൽ അയാൾ താമസിക്കാമെന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ കണ്ണിന് കാഴ്ചയില്ലാത്തയാളാണ്. ഭാര്യയെ കുഞ്ഞുങ്ങളുടെ സ്കൂള് മുടങ്ങിപ്പോകുന്നു.
അങ്ങനെ ഭാര്യയെ ലോഡ്ജിലാക്കിയിട്ട് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ അതിനുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ലോഡ്ജിൽ മറ്റ് താമസക്കാരൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്, എൻ്റെ മനസ്സിൽ ചിന്തകളാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അവരെ താമസിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് പറയുന്ന ആ സുഹൃത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ വീട് 2 നില വീടാണ്. ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും ആ മുകളിലത്തെ നിലയിൽ അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അവർക്ക് സമ്മതമാണെങ്കിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ആത്മഹത്യ ചെയ്ത അവർക്ക് സമ്മതമായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലെങ്കിലും കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പാടില്ലായിരുന്നോ? അതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഈ വചനം ഞാനിങ്ങനെ എൻ്റെ മനസ്സ് ഒത്തിരി വേദനിപ്പിച്ചു അങ്ങനെ ഒരു അനുഭവം. ഒരിക്കൽ ഒരമ്മ എന്നോട് പറയുകയാണ്, അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അമ്മയ്ക്ക് ഒരു ഏക മകനാണ്, കൊച്ചു പയ്യനാണ്, 10-16 വയസ്സുണ്ട്. അവൻ കൂലിപ്പണി ചെയ്തിട്ടാണ് കുടുംബത്തിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ വാടക കൊടുക്കാനും വാടക വീടോ കിട്ടാനില്ല. ആശുപത്രിയിൽ തന്നെയാണ് കിടപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ആ അമ്മച്ചിയോട് പറയുകയാണ്, ആശുപത്രിയിൽ വെച്ച് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അമ്മച്ചി പറയുന്ന പോലെ സഹായം ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും എനിക്കില്ല. പിന്നെ ഞാൻ അമ്മച്ചിക്ക് എവിടെയെങ്കിലും സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോകാനും സമയമില്ല. കാരണം അമ്മച്ചീനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് പോകാൻ ഇടമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് എൻ്റെ വഴി? ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഞാൻ വന്നില്ലെങ്കിൽ അത് സഹോദരിക്ക് അതൊരു ശാപത്തിൻ്റെ ഒരു വേദനയുടെ അനുഭവമാവൂലേ? അതുകൊണ്ട് എനിക്കുള്ളത് എന്താണോ അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് തൃപ്തമാകുമോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ആ സഹോദരിയോട് പറയുകയാണ്, എനിക്ക് ഒരു കുഞ്ഞു വീടാണ് എൻ്റെ, ഒരു മുറി താമസിക്കാൻ, കിടന്നുറങ്ങാൻ ഒരു മുറി. അവിടെ ഞാനും ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളുമാണ് ഞങ്ങൾക്കുള്ളത്. അവിടെ ഞങ്ങൾ താമസിക്കുന്നു. പിന്നെ ഒരു ബാത്റൂം ഞങ്ങൾക്കുണ്ട്. പിന്നെ അടുക്കളയുണ്ട്, ഒരു സിറ്റ് ഔട്ട്. ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് 10-32 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. കൂടാതെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു തൊഴുത്തുണ്ട്. പക്ഷെ ആ തൊഴുത്തിൽ ഇപ്പോൾ വഴിയിലൂടെയൊക്കെ അലഞ്ഞു നടക്കുന്ന യാചകരായ മാനസിക രോഗികളായിട്ടുള്ള ആളുകളെല്ലാം ഒരു 5-8 പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പോകാനിടമില്ല എങ്കിൽ എനിക്കാകെ അമ്മച്ചിക്ക് ചെയ്യാതെ തരാവുന്ന ഒരു സൗകര്യമെന്ന് പറയുന്നത് വൈകുന്നേരം അത്താഴമൂണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുക്കളയിൽ ഒരു പായിട്ട് തരാൻ സാധിക്കും. നേരം വെളുക്കുമ്പോൾ അടുക്കളയിൽ ജോലിക്ക് കയറുന്ന സമയത്ത് ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. 8-10 യാചകരായിട്ടുള്ള മാനസിക രോഗികളായിട്ടുള്ള ആളുകൾ. ഞങ്ങളുടെ മക്കൾ 2 പേര് സ്കൂളിൽ പോകണം. ഞാൻ ഭാര്യ, ഞാൻ എൻ്റെ ജോലിക്ക് പോകും. പിന്നെ ഭാര്യ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ആ കൂട്ടത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറണം. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട വരും. അപ്പോൾ പകൽ സമയം മുറ്റത്തിരിക്കാം, അവിടെ എന്താ പറയുന്നത്, ഇവരുടെ കൂടെയൊക്കെ സന്തോഷം പങ്കുവച്ച് ഇരിക്കാം. അങ്ങനെ മനസ്സാണെങ്കിൽ വളരെ ഞെരുക്കത്തിലാണ്, വളരെ കഷ്ടതയിലാണ്. വൈകുന്നേരം സമാധാനമായി ഒന്ന് അന്തി ഉറങ്ങിയ മതി. പകൽ സമയം എവിടെയെങ്കിലുമൊക്കെ സമയം കഴിച്ചുകൂട്ടി ഇരുന്ന് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പങ്കുചേർന്ന് അവിടെ താമസിക്കുന്ന ആ പ്രിയപ്പെട്ടവരോടത്ത് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പകൽ സമയം ചെലവഴിക്കുകയും വൈകുന്നേരം ഉറങ്ങാൻ മാത്രം ഒരു സൗകര്യം മതിയെങ്കിൽ എൻ്റെ കൂടെ വരാം എന്ന് പറയുകയാണ്. ഒരു കോമൺ ബാത്റൂം, അത് ഞങ്ങളുടെ വീടിനകത്തുള്ള ബാത്റൂം ഉപയോഗിക്കാം. അന്തേവാസികളായിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക്, ആ സഹോദരന്മാർക്ക് അവർ താമസിക്കുന്ന ഹോളിൽ ടോയ്ലറ്റ്, കുളിമുറി, മറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സഹോദരി ഒട്ടും മടിച്ചില്ല, എന്നോട് പറയുകയാണ് അത് മതി എന്ന് പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം ആകുമ്പോൾ ഒരു സുരക്ഷിതത്വമാണ് അവരുദ്ദേശിക്കുന്നത്. അവരെ കരുതുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന, അവർക്ക് ദോഷം വരാത്ത രീതിയിൽ
കരുതുന്ന ഒരു ആലോചനയാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവർ 1996 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ 95 ഒരു ഡിസംബർ മാസം 25-ാം തീയതി ഞാൻ അവരോട് ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ ഈ പുൽക്കൂടിൻ്റെ സൗകര്യം ഞാൻ പറയുന്നു. 26-ാം തീയതി അവരെൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട് വരുന്നു. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് അവർക്ക് വീടും സ്ഥലവും എല്ലാം അന്വേഷിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു വീട് സൗകര്യം കിട്ടി. പിന്നീട് അവർക്ക് സ്വന്തമായി സ്ഥലം വാങ്ങാനുള്ള സൗകര്യങ്ങൾ ആ സഹോദരി ആരോഗ്യമൊക്കെ വീണ്ടെടുത്തപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള പല വീടുകളിലും വീട്ടുപണിയാണ് അവർക്കറിയാവുന്ന. ഭക്ഷണം പാചകം ചെയ്യുക, അടിച്ചു വാരുക, ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് അവർക്കറിയാവുന്ന ജോലി. അപ്പോൾ അവർ പല വീടുകളിലും പോയി അത് ചെയ്ത് അവർക്ക് പൈസ കിട്ടുന്നു. ഈ മകനെ കൈത്തൊഴിൽ പഠിപ്പിക്കാനായി വിട്ടു. അവന് എന്തായാലും ഇന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെക്കാളൊക്കെ ഏറെ സമ്പന്നതയിൽ ആ കുടുംബം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്നതായിട്ട് ഞങ്ങൾക്കേറെ ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ സുഹൃത്തിനോട് പറയുമായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. എത്ര ഞെരുക്കമുണ്ടെങ്കിലും ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥികൾ ധാരാളമുണ്ട്. പക്ഷെ ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥിയുണ്ട്. മാനസികമായും ശാരീരികമായും വളരെ വ്യഥ അനുഭവിക്കുന്ന, അതാണ് ഞെരുക്കപ്പെടുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വയം അങ്ങോട്ട് ഇല്ലാതെയായി പോകുന്ന, തൻ്റെ ഗതി ഇങ്ങനെ ആയല്ലോ, തന്നെ ആരൊക്കെ എന്തൊക്കെ സഹായിച്ചാലും തനിക്ക് മുന്നോട്ട് എന്താകാൻ പറ്റുമെന്ന് സ്വയം ഞെരുങ്ങുന്ന, അതിന് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വയം വെറുക്കുക. എന്തെല്ലാം മറ്റുള്ളവർ സഹായം ചെയ്തിട്ടും അതൊരു ഉപകാരത്തിലെത്താതെ വരുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുക. അതാണ് ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥി. അവരെ നിരാകരിക്കരുതെന്ന് പറയും, ചേർത്ത് നിർത്തണമെന്ന്. എത്രയോ ആളുകളുടെ വീടുകൾ വെറുതെ കിടക്കുന്നു. എത്രയോ ആളുകൾ മോഡൽ വീട് വെച്ചിട്ട് പഴയ വീടുകളൊക്കെ വാടക കൊടുത്താലൊന്നും ശരിയാവില്ല. ഇന്നാളൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അവരത് വേണ്ടവണ്ണം അടിച്ചുവാരി വൃത്തിയാക്കിയില്ല എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളെ, ഈ പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന ആളുകളെ തന്നെ നമ്മൾ കാണുന്നു. ഞാനതങ്ങ് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, 10,000-10,000 രൂപ കിട്ടി എന്താവാനാ, അതൊന്നും പിന്നെ തലവേദനയാണ്, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനാക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളൊക്കെ വെറുതെ കിടക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഒന്ന് മെനക്കെടാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ സുവിശേഷ മേഖലയിലുള്ള ആളുകളൊക്കെ എൻ്റെ ആ സുഹൃത്ത് ചെയ്തതുപോലെ അത്യാവശ്യം കാണുമ്പോൾ ഒരു 500-1000 രൂപ പൈസ കൊടുത്ത് സഹായിക്കുക, ആ ഒരു കാഴ്ചപ്പാടിൽ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ അടുത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പാണിയേലി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പെരുമ്പാവൂർ കുറുപ്പുംപടി കഴിഞ്ഞ പാണിയേൽ 30 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. ഒരു 5 സെൻറ്റ് സ്ഥലമൊക്കെ വീതം വഴിയൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ ആളുകൾ അങ്ങോട്ട് പലരൊക്കെ നേരത്തെയൊക്കെ ഈ സ്ഥലം ചോദിച്ച് വരും, സ്ഥലമുണ്ടോ, എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലം ഫ്രീ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാണ്. അപ്പം ഞാൻ ഈ പാണിയേലി പറയുമ്പോൾ ആളുകൾക്ക് ഈ യാചിച്ചു വന്നവരാണെങ്കിലും അവർക്ക് പാണിയേലി പറയുമ്പോൾ ദൂരം കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആന ഇറങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ആരും വരാനില്ല. എല്ലാവർക്കും ഇപ്പോൾ ടൗണിൽ ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. ആ സഹോദരനൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് സ്ഥലം. താൻ അവിടെ പോയി സ്ഥലം വാങ്ങിയപ്പോൾ ദശാംശം കണക്കാക്കി വാങ്ങിയ സ്ഥലത്തിൻ്റെ 35 സെൻറ്റ് സ്ഥലം മാറ്റിയിട്ടിരിക്കുകയാണ്. 5-6 വീട്ടുകാർക്ക് താമസിക്കാം. ഒരു 5 സെൻറ്റ് സ്ഥലം വീതം അദ്ദേഹം അളന്ന് തിരിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ കാലത്ത് 2 സെൻറ്റ് ഉണ്ടെങ്കിലും ആളുകൾ വീട് വെക്കുന്നു. 1.5 സെൻറ്റ് സ്ഥലത്തും ആളുകൾ വീട് വെക്കുന്നുണ്ട്. വളരെ ടൗണിൽ നിന്നൊക്കെ വാടകയ്ക്ക് താമസിച്ച, അല്ലെങ്കിൽ ലീസിന് പാട്ടത്തിനൊക്കെ എടുത്ത് താമസിച്ചിരുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ട് 1.5 സെൻറ്റ് ഭൂമിയൊക്കെ വാങ്ങിയ ആളുകൾ വീട് വെക്കുന്നുണ്ട്.
പക്ഷെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്, കൊടുക്കുന്നുണ്ടെന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. ഒരു 3-4 വർഷം മുമ്പ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബാങ്കുകാർ അവരുടെ CSR ഫണ്ട്, ചെറുതായിട്ടുള്ളൊരു ഫണ്ടുണ്ട്, അത് ഉപയോഗിച്ച് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ സ്വന്തമായി സ്ഥലമില്ല. 5 ലക്ഷം രൂപ ബാങ്കുകാർ മുടക്കും. അപ്പം ഞാൻ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനോട് ഇങ്ങനെ സംസാരിക്കാനിടയായി. ഒരു മനുഷ്യൻ, അയാൾ സുവിശേഷകനാണ്, അയാൾക്ക് സ്വന്തമായി വീടില്ല. പലപ്പോഴും ഇങ്ങനെ വാടക വീട് മാറി മാറി നടന്ന് പിന്നെ ഈ സുവിശേഷകനായതുകൊണ്ട് രാത്രി കൈയടിച്ച പാട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പല വീട്ടുകാർക്കും താല്പര്യവുമില്ല. ഇയാളാണ് ഈ കൈയടിച്ച് പാടാതെ ഇയാൾക്കും സ്വൈര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സുഹൃത്ത്, അദ്ദേഹം ഇദ്ദേഹം താമസിക്കുന്ന വാടക വീട് പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ സ്ഥലത്ത് നിന്ന് 3 സെൻറ്റ് സ്ഥലം വളർന്നു തിരിച്ച് ഈ മനുഷ്യൻ്റെ പേർക്ക് ആധാരം ചെയ്ത് കൊടുക്കുകയും ആ ബാങ്കുകാരുടെ പൈസ കൊണ്ടും പിന്നെ ഞാൻ പരിചയപ്പെടുത്തിയ ആ സ്ഥലത്തെ ആളുകളുടെ നല്ല മനസ്സുകൊണ്ടും ഒരു വീട് വെച്ച് താമസിക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ചില കാര്യങ്ങളിൽ മെനക്കെട്ടിറങ്ങിയാൽ നിസ്വാർത്ഥമായി നമുക്ക് ഒരു സേവനം ചെയ്യണം. ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന, പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ എന്താ പറയുന്നത് 10, 100, 200 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കുക, ഇത് മാത്രമല്ല. ഇന്ന് മനുഷ്യൻ്റെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് 1 സെൻറ്റ് ഭൂമിക്കാണ് ദാരിദ്ര്യം. 1 സെൻറ്റ് ഭൂമി കിട്ടാനില്ല. ആ ഭൂമിയുടെയൊക്കെ വില വർദ്ധിച്ചതുകൊണ്ട് 1 സെൻറ്റ് ഭൂമി വാങ്ങി ഒരു വീട് വെക്കാൻ അസാധ്യമായ ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അവരെ നോക്കുമ്പോൾ അവരുടെ ജീവിതശൈലിയൊക്കെ വലിയ ദർബാറായിരിക്കും. ആളുകളെങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്നത്, അവരെ തന്നെ ഇങ്ങനെ ചുരുക്കി കൂട്ടാൻ അവർ സമ്മതിക്കുന്നില്ല. അവരിങ്ങനെ ദർബാറാണ്. അതിൻ്റെ പേരിലും ആളുകൾ അവർക്ക് എന്ത് സഹായം തരുന്ന കാര്യമില്ല, അവർ ഭയങ്കര ധൂർത്താണ് എന്നൊക്കെ പറയുന്ന രീതിയുമുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആവശ്യമുള്ളവർ അല്ല അത്യാവശ്യമുള്ളവർ ധാരാളമുണ്ട്. അപ്പോൾ ഈ തിരുവചനത്തിലൂടെയുള്ള ധ്യാനം ഇത് നമുക്ക് ഒരിക്കലും അവഗണിച്ച് പോകാവുന്നതല്ല. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് കേട്ടിട്ട് എന്താ കാര്യം, ഇതാർക്കോ എന്തൊക്കെയോ ഇത് ചെയ്യണ കാര്യം, ഞാനിത് കേട്ടുകൊണ്ടിരുന്നാൽ എൻ്റെ കാര്യം ഇവിടെ ഒന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷെ ഓർക്കുക, വിശുദ്ധ ബേസേലിയോസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് പറയുകയാണ്, നിന്റെ അലമാരിയിൽ 2 ഉടുപ്പുണ്ടായിരിക്കെ ഒരു ഉടുപ്പില്ലാത്തവനുണ്ടെങ്കിൽ അവനെ നീ കൊള്ള ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ 2 ഉള്ളവൻ ഒന്നില്ലാത്തവനെ കാണുന്നുണ്ടെങ്കിൽ ആ 2 ഉള്ളവൻ സമ്പന്നനാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കും. 2 ഉള്ളവൻ 4 ഉള്ളവനെ കണ്ടിട്ട് അയ്യോ ഞാൻ ദരിദ്രനെന്ന് പറഞ്ഞാൽ അവനെ മനസ്സ് മാറ്റുക ബുദ്ധിമുട്ടാണ്. അവന് 4 കിട്ടിയാലും 8 കിട്ടിയാലും 10 കിട്ടിയാലും 12 കിട്ടിയാലും അവനൊരിക്കലും അവൻ്റെ താഴെയുള്ളവനിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അവൻ വീണ്ടും വീണ്ടും മുകളിലേക്കുള്ളവനെ ശ്രദ്ധിച്ചുകൊണ്ട്, സമ്പന്നന്മാരെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ സമ്പത്തിനു വേണ്ടി ഓടുകയുള്ളൂ. താഴേക്കുള്ളവനെ നോക്കണമെങ്കിൽ അത് പ്രത്യേക ദൈവകൃപ വേണം. ഇതേപോലെയുള്ള വചന കേൾവിക്ക് ചെവി കൊടുക്കണം. അതുകൊണ്ട് ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥിയെ നിരാകരിക്കരുത്. ദരിദ്രരിൽ നിന്ന് നിന്റെ മുഖം തിരിക്കുകയും അരുത്. ഇടയ്ക്കൊന്ന് നോക്കിയാൽ പോരാ, സ്ഥിരമായിട്ട് എപ്പോഴും നോക്കണം. നിന്റെ മുഖം തിരിക്കരുത്. അയ്യോ ഇന്ന് എനിക്ക് സമയമുണ്ടായില്ല കേട്ടോ, അയ്യോ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ വരേണ്ടിയിരുന്നതാണ്, അയ്യോ എന്ന് പറയാനിടയാകരുത്. മുഖം തിരിക്കരുത്. മുഖം തിരിക്കരുതെന്ന് പറഞ്ഞാൽ മുഖം മറച്ചു കളയരുതെന്നല്ല.
എപ്പോഴും ഒരു ദരിദ്രന്റെ മുഖം കാണണമെന്നുള്ള, കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള, അവനെ സഹായിക്കണമെന്നുള്ള, അവനെ ബഹുമാനിക്കണമെന്നുള്ള, അവനെ ആദരിക്കണമെന്നുള്ള, അവൻ്റെ ആവശ്യങ്ങളിൽ സദാ ഇടപെടണമെന്നുള്ള ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണ് ഈ മുഖത്ത് നിന്ന് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത്. ഈ മുഖം നീ നിരസിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. നിന്നെ അവൻ ശപിക്കാൻ ഇടയാകരുത്. മനസ്സ് വേദനപ്പെട്ട് ആരെങ്കിലും ശപിച്ചാൽ സൃഷ്ടാവ് അവനെ ചെവിക്കൊള്ളും. മനസ്സ് വേദനപ്പെട്ട് ആരെങ്കിലും ശപിച്ചാൽ സൃഷ്ടാവ് അവനെ ചെവിക്കൊള്ളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സ് വേദനപ്പെട്ട് ആരുടെയും ശാപമേക്കാൻ ഇടയാകരുത്. മനസ്സ് വേദനപ്പെട്ട് ആരുടെയെങ്കിലും ശാപമേറ്റാൽ അത് നമുക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വചനങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ വേദനിക്കുന്ന മുഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ഒരിക്കൽ കൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ബാറാസിർ എന്ന് എഴുതിയിരിക്കുന്ന ബാറാസിറയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ വാക്യങ്ങളാണെന്ന് നമ്മൾ വായിച്ചു കേട്ടത്. എൻ്റെ മകനെ, ദരിദ്രൻ്റെ ജീവനെ നീ പരിഹസിക്കരുത്. വിഷമിച്ചിരിക്കുന്ന പാവപ്പെട്ടവനെ വിഷമിപ്പിക്കരുത്. വിശക്കുന്നയാളെ ദുഃഖിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. ഞെരുക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കരുത്. ദരിദ്രനിൽ നിന്ന് നിന്റെ മുഖം തിരിക്കുകയുമരുത്. യാചകൻ്റെ അപേക്ഷയെ നീ നിരസിക്കരുത്. നിന്നെ അവൻ ശപിക്കാനിടയാകരുത്. മനസ്സ് വേദനപ്പെട്ട് ആരെങ്കിലും ശപിച്ചാൽ സൃഷ്ടാവ് അവനെ ചെവിക്കൊള്ളും. പ്രിയമുള്ളവരെ, എല്ലാ മേഖലയിലുള്ള ആളുകളുടെ ഇടയിലും നന്മയുള്ളവരുമുണ്ട്, തിന്മയുള്ളവരുമുണ്ട്, നല്ലവരുമുണ്ട്, കള്ളന്മാരുമുണ്ട്. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും നുണ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളതിൻ്റെ പേരിലോ, നമ്മൾ സഹായിച്ചവരെ, സഹായം സ്വീകരിച്ചവരെ വേണ്ടുവണ്ണം അത് ഉപകാരപ്പെടുത്തിയില്ല എന്നുള്ളതിൻ്റെ പേരിലോ കാടടച്ച് വെടിവെക്കരുത്. എല്ലാവരും ഒരേപോലെയാണെന്നുള്ള ചിന്തയിൽ നമ്മളിലുള്ള നന്മകളെ അടച്ചു കളയരുത്. നമ്മളിലുള്ള ദാനധർമ്മത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യരുത്. നാം സത്യം കണ്ടുപിടിച്ച് സത്യം എന്തെന്നറിഞ്ഞ് സത്യത്തിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ യഥോചിതം പഠിപ്പിക്കും, ആരാണ് നല്ലത്, ആരാണ് ചീത്ത എന്നൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താം. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ഒരു ദിവസം ചെയ്യാൻ, എന്നേക്കാൾ കഴിവ് കുറഞ്ഞവനെ, എന്നേക്കാൾ പാവപ്പെട്ടവനെ ഒന്ന് സഹായിക്കാൻ, ദൈവമേ ഒരു നന്മ ചെയ്യാൻ, ഒരു പാവപ്പെട്ടവനിൽ അങ്ങയുടെ മുഖം ദർശിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ദൈവമേ സ്തുതി എന്ന് പറയാൻ, വീടില്ലാത്തവന് വീടായും സ്ഥലമില്ലാത്തവന് സ്ഥലമായും മരുന്നില്ലാത്തവന് മരുന്നായും വസ്ത്രമില്ലാത്തവന് വസ്ത്രമായും കാലില്ലാത്തവന് കാലായും കൈയില്ലാത്തവന് കൈയായും കിഡ്നിയില്ലാത്തവന് കിഡ്നിയായും കണ്ണില്ലാത്തവന് കണ്ണായും, അങ്ങനെ എന്താണോ നമ്മുടെ മുമ്പിൽ കാണുന്ന പാവപ്പെട്ടവന് ആവശ്യമെന്ന് വെച്ചാൽ ആ ആവശ്യത്തിൻ്റെ പരിപൂർണത നടത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വീടുകൾ, നമ്മുടെ സ്ഥലങ്ങൾ, നമുക്കുള്ള എല്ലാം ദൈവത്തിൻ്റെ ദാനമെന്നാണല്ലോ പ്രത്യേകിച്ച് വിശ്വാസികൾ പറയുന്നത്. അത് അപരനും ദാനമായി കൊടുക്കുവാൻ ഒരു പ്രതിജ്ഞ എടുക്കാം നമുക്ക്. ഇനിയൊരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ ഒരാളും ആത്മഹത്യ ചെയ്യരുത്. സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ആരും ഇനി കയറെടുക്കാനിടയാകരുത്. ജപ്തി നോട്ടീസ് കിട്ടിയതിൻ്റെ പേരിൽ ആരും വിഷം കഴിക്കാനിടയാകരുത്. ഒരു കർഷകനും ഇനി ഒരു ക്രിസ്ത്യാനി നിൽക്കുന്ന സ്ഥലത്ത് ഒരു നല്ല മനുഷ്യൻ, അത് ഏത് മതത്തിൽപ്പെട്ടവനുമാകട്ടെ, നിൽക്കുന്നിടത്ത് അതുണ്ടാകാൻ ഇടയാകരുത് എന്നൊരു പ്രതിജ്ഞ എടുക്കാം. ഉണ്ടാകുകയില്ല എന്ന പ്രതിജ്ഞ എടുക്കാം. ആവശ്യമായതെന്തോ അവർക്ക് കൊടുക്കാൻ,
എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. കാരണം ഞങ്ങൾ പലവട്ടം കർത്താവിൻ്റെ ആ മുമ്പാകെ, ആരാധനയ്ക്ക് മുമ്പാകെ ഇരുന്നിട്ടുള്ളവരാണ്. എൻ്റെ സുഹൃത്തൊരിക്കലും ആ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ കർത്താവിനോട് ചോദിച്ചു കാണില്ല, കർത്താവേ, എൻ്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യന് എന്താണ് ആവശ്യം എന്ന് ചോദിച്ച് ആവശ്യം എന്താണോ അത് പൂർണ്ണമായി നിവർത്തിക്കുവാൻ എനിക്ക് തിരിച്ചറിവ് വരണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ മറിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന്, അദ്ദേഹം കേട്ടറിഞ്ഞിട്ടുള്ള ആ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ചെലവിനുള്ള കാശ് കൊടുക്കാം, ഫോൺ നമ്പർ കൊടുത്തു, ആവശ്യം വന്നാൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ എൻ്റെ എളിയ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ആ ശരണാർത്ഥിയെ, ആ ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥിയെ ചേർത്ത് വയ്ക്കുകയായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് പറയും. ആരോ എന്നോട് പറഞ്ഞു, ഏതോ ഒരു പള്ളിയിൽ കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് ആ പള്ളിയുടെ പരിസരത്തുള്ള പുഴയിൽ ചാടിയതെന്ന് പറയുന്നു. ഒരുപക്ഷെ ആ മനുഷ്യൻ തൻ്റെ ദൈവസ്നേഹം ആ മെഴുകുതിരി കത്തിക്കലിലൂടെ പ്രകടമാക്കിയതായിരിക്കാം. പക്ഷേ യേശു ചോദിക്കുകയാണ്, മകനെ, നിനക്ക് അല്പം വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? വേറെ ആരെങ്കിലും നിൻ്റെ അടുക്കൽ എത്തുമായിരുന്നില്ലേ എന്ന് ആ സഹോദരനോട് ചോദിക്കുകയാണ്. അത് കേൾക്കാൻ ആ സഹോദരനും കഴിഞ്ഞില്ല, ആ സഹോദരിക്കും കഴിഞ്ഞില്ല. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെയ്തു തരാമെന്ന് എൻ്റെ കൂടെ ആയിരിക്കുന്ന ആ സുഹൃത്തിനും കഴിഞ്ഞില്ല, എനിക്കും കഴിഞ്ഞില്ല, നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴും കഴിഞ്ഞില്ല. ആകെ കഴിഞ്ഞത് ആ സമയത്ത് അവർക്ക് 2 ദിവസമെങ്കിലും താമസിക്കുവാനുള്ള സൗകര്യം കൊടുത്ത ആ ബഹുമാനപ്പെട്ട പോലീസുകാർക്കാണ്. അവരെയും വേദനിപ്പിച്ച്, അവരെയും വിഷമത്തിലാക്കി ആ 4 ജീവനുകൾ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. പക്ഷേ ഒരിക്കൽ കൂടെ ഒന്നും കൂടി ആലോചിച്ച് നോക്കുക, ഇതിനേക്കാളും അപ്പുറത്ത് കുറച്ചും കൂടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്നു. അപ്പോൾ എന്നോട് ചോദിക്കുന്ന, ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ്റെ ആവശ്യത്തെ എൻ്റെ ദൈവം എൻ്റെ ആവശ്യം കേൾക്കുന്നത് പോലെ അവൻ്റെ ആവശ്യം കേട്ട് എനിക്കെന്തുകൊണ്ട് ചെയ്തു കൊടുത്തുകൂടാ? ഞാൻ ആ ദൈവത്തിൻ്റെ മകനല്ലേ, ഞാൻ ആ ദൈവത്തിൻ്റെ മകളല്ലേ? യേശു ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. എൻ്റെ പിതാവ് ഇപ്പോഴും എന്നിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നിലൂടെയും നിങ്ങളിലൂടെയും എന്നും പ്രവർത്തിക്കുന്ന സ്വർഗത്തിലൊരപ്പനുണ്ട്. ആ അപ്പനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്നാണ്. എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവന് വീടില്ല, അവനൊരു വീട് കൊടുക്കണം എന്ന് പറയുകയും ഞാൻ എൻ്റെ വീട് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന മക്കളെയാണ് ദൈവത്തിനിഷ്ടം. അപ്പോൾ അവന് വീടില്ല, ഞാൻ എൻ്റെ വീടിൻ്റെ മുകൾ വശം അവന് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നവരെയാണ് ദൈവത്തിനിഷ്ടം. അവനില്ല, ദൈവമേ അവന് കൊടുക്കുക, ഞാൻ എൻ്റെ വഴിക്ക് പോകട്ടെ
എന്ന് പറയുന്നവനെ ദൈവം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നീ ദരിദ്രൻ്റെ ജീവനെ പരിഹസിക്കരുത്, വിഷമിച്ചിരിക്കുന്ന പാവപ്പെട്ടവനെ വിഷമിപ്പിക്കരുത്. വിഷമിച്ചിരിക്കുന്ന പാവപ്പെട്ടവനെ വിഷമിപ്പിക്കരുത്. അതൊക്കെ വലിയ അർത്ഥവത്തായ വാക്കുകളാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൺമുമ്പിൽ കണ്ടുമുട്ടുന്ന ഏതൊരു പാവപ്പെട്ടവനെയും ചേർത്ത് നിർത്തുവാൻ ആ പ്രഭാഷകൻ 4:10 പറയുന്ന പോലെ, അനാഥർക്ക് നീ പിതാവിനെ പോലെയും വിധവമാർക്ക് സംരക്ഷകനെ പോലെയും ദൈവത്തിന് പുത്രനെ പോലെയും നീ ആയിരിക്കണം. അതൊരു മടങ്ങിവരവ് കൂടിയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ POC ബൈബിളിൽ പറയുന്നു, അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കുകയും ചെയ്യുമെന്ന് പറയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, നീ അത്യുന്നതന് പുത്രനെ പോലെ ആയിരിക്കണം, അപ്പോൾ അവൻ നിന്നോട് കരുണ കാണിക്കുകയും അമ്മയുടേക്കാൾ വലിയ സ്നേഹം നിന്നോട് അവിടുന്ന് കാണിക്കുകയും ചെയ്യുമെന്ന് പറയാണ്. അതാണ് വിജ്ഞാനം അതിൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. വിജ്ഞാനം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദൈവമക്കളാണ്. അതുകൊണ്ട് ആ ദൈവമക്കളുടെ സാഹോദര്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇത്തിനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, ഈ കേട്ട വചനങ്ങൾക്കായി നന്ദി പറയുന്നു. എന്നാൽ എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? കണ്ണുകുരുടനായ യാചകനായ ബർത്തിമേയുസിനോട് അങ്ങ് ചോദിച്ചതാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഓരോ ദരിദ്രമുഖത്തും ആ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ, വിനയത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് നിനക്ക് എന്ന് ചോദിക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ മനസ്സലിവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പിഴവുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് യാക്കോബ് ശ്ലീഹ ഞങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. കർത്താവേ, വിശ്വാസമില്ലാത്ത പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിനാൽ തന്നെ ചത്തതാണെന്നും വിശ്വാസമില്ലാത്ത പ്രവൃത്തി ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല എന്നും ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങളിലും ഞങ്ങൾ വളരുവാൻ കൃപ നൽകണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരേ രക്തത്തിൽ പിറന്ന മക്കളാണ്, ഒരേ ദൈവിക ഛായയുള്ളവരാണ് എന്ന ചിന്തയോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, ചേർത്ത് വെക്കുവാൻ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കപ്പെടുവാൻ കൃപയരുളണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കെട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.